അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ? മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും. കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും. ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേകാന്തരോദനം. സ്മരണ തൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റെൻ്റെ ചില്ലകൾ പൂത്തതും. മറവിയിൽ മാഞ്ഞു പോയ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ. മദിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ. മദിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ നലയുമാർത്തനായി ഭൂതായനങ്ങളിൽ.
ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. നിറമിഴി നീരിൽ മുങ്ങും തുളസി തൻ കതിരുപോലുടൻ ശുദ്ധനാകുന്നു ഞാൻ. നിറമിഴി നീരിൽ മുങ്ങും തുളസി തൻ കതിരുപോലുടൻ ശുദ്ധനാകുന്നു ഞാൻ. അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. സമയമാകുന്നു പോകുവാൻ രാത്രി തൻ. ഇനി എത്ര വേണമെങ്കിൽ പറയാം. ഇത് വിയറ്റ്നാമില് നെല്ല് നശിപ്പിക്കാൻ, നെല്ല് കൊലയ്ക്കുമുണ്ടാവുന്ന തണ്ടിന്റെ ചാറ് കുടിക്കുന്ന ഒരു തരം തുള്ളനെ ആയിരക്കണക്കിന് കൊണ്ടുപോയിട്ട് ഹെലികോപ്റ്റർ ഇട്ടിരുന്നു. ഭീകരമായിരുന്നു ആക്രമണം. വിയറ്റ്നാംകാർ പട്ടിണിയായി, ചൈനക്കാർ കൊടുത്തുകൊണ്ട് പട്ടിണിയായി മരണം ഉണ്ടായില്ല. പക്ഷെ അവർ പിറ്റേത്തെ കൊല്ലം മുതൽ ചോളവും നെല്ലും ഒന്നിച്ച് കിട്ടിയാൻ തുടങ്ങി. നെല്ലിനെ ആക്രമിക്കുന്ന വണ്ടിന് ചോളത്തെ ആക്രമിക്കാൻ പറ്റില്ല. മാത്രമല്ല ലക്ഷക്കണക്കിന് പക്ഷികളെ വളർത്തി വിട്ടു. നമ്മുടെ കാടൻ ചാത്തനെ പോലത്തെ ലക്ഷക്കണക്കിന് പക്ഷികളെ വളർത്തി വിട്ടു. ആ പക്ഷികൾ ഇത് മുഴുവൻ തിന്നു തീർത്തു. നമ്മളാണെങ്കിൽ പട്ടാളപ്പുഴ കൊണ്ട് പിറ്റേന്ന് പോലെ കീടനാശിനി അടിക്കാൻ തോന്നും. നമ്മുടെ വിദ്യയൊക്കെ അങ്ങനെയാണ്, കൃഷിവകുപ്പ് അങ്ങനെയാ പറയാ. അവർ പക്ഷികളെ വളർത്തി വിട്ടു, അങ്ങനെ അതിനെ നേരിട്ടു. വിയറ്റ്നാമിന്റെ അനുഭവം അതാണ്. ഇതേപോലത്തെ അനുഭവം ക്യൂബക്കുണ്ട്. ഇത്തരം സ്റ്റംബോറർ വണ്ടുകളെ കൊണ്ടിട്ടു. തണ്ടുവരപ്പൻ വണ്ട് കരിമ്പ് മുഴുവൻ ഓട്ടയെ കളഞ്ഞു. കരിമ്പ് ഓട്ടയെ കളഞ്ഞപ്പോൾ കരിമ്പും നെല്ലും ഒന്നിച്ച് കൃഷി ചെയ്തവർ. കരിമ്പിന് ചാറ് കുടിക്കുന്ന തണ്ടുവരപ്പന് നെല്ല് പറ്റില്ല, നെല്ലിന് പിറക്കുന്നതിന് കരിമ്പും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ലോകത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളെ കാർഷിക സർവകലാശാലക്കാർക്ക് അറിഞ്ഞുകൂടാത്തത്, അഥവാ അറിഞ്ഞിട്ടും അവർ മൂടി വെക്കുന്നത്. ഇത്തരം വിവരങ്ങളൊന്നും നമ്മുടെയൊക്കെ എത്തുന്നില്ല. നമ്മളിതൊക്കെ അറിയേണ്ടതാണ്. അങ്ങനെയൊക്കെ വഴികളുണ്ട് എന്നറിയാം. പഴയ കാലത്ത് നെല്ല് നട്ട് ഒരു വയൽ തീർന്നാൽ, കുറച്ച് വലിയ വയലായിരിക്കും, വയൽ തീർന്നാൽ അവസാനത്തെ പിടി നെല്ല് മൂലക്ക് ഒന്നിച്ച് നടും. അവസാനത്തെ ഒരു അരപ്പിടിയോ കാൽപ്പിടിയോ ഉണ്ടെങ്കിൽ ആ മൂലക്ക് ഒന്നിച്ച് നടും. ആ നട്ടാ സ്ഥലത്ത് അവർ ഒരോല കൊത്തിയിട്ട് അതിൻ്റെ അറ്റം തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞ് കൊത്തനാട് വെക്കും. ഇതിന് നട്ട് പൊലിക്കുക എന്നാണ് പറയുക. ആ ഓലയുടെ മേലെയാണ് കാരാളൻ ചാത്തനോ കമ്പിത്തത്തയോ പോലുള്ള എല്ലാ പക്ഷികളും വന്നിരിക്കുക. അതിൻ്റെ അകത്ത് ഈ ഒന്നിച്ച് നട്ട അവസാനം നട്ട ഒരു അരപ്പിടി നെല്ലിടുന്ന പറഞ്ഞില്ലേ, ആ നെല്ല് ഒന്നിച്ച് മത്സരിച്ച് വളരും. സാധാരണ നെല്ലിനേക്കാൾ ഒരുപാട് ഉയരത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഏറ്റവും കൂടുതൽ പ്രാണിശല്യം ഉണ്ടാവുക. വയലിലെ പ്രാണി മുഴുവൻ എവിടെ പോവും? ഈ ഒരു കൂട്ടത്തിലേക്ക്. അവിടെയാണല്ലോ എല്ലാം തിങ്ങി വളരുന്നത്, അവിടത്തേക്കാണ് പോവുക. അപ്പോൾ ഇഷ്ടം പോലെ പക്ഷികൾക്ക് ഇത് തിന്നാൻ കിട്ടും. അതിന് നെല്ലൊന്നും കിട്ടില്ല, കൊച്ചഴിയെ പോകും. പക്ഷേ നെല്ലിനെ ആക്രമിക്കുന്ന പ്രാണി അവിടെയാണ് വരിക. അതങ്ങ് ഉപേക്ഷിക്കും. അത് ഉപേക്ഷിക്കാനുള്ളതാണ്. പക്ഷെ അത് ഉപേക്ഷിച്ചാൽ വയലിലെ നെല്ല് മുഴുവൻ രക്ഷിക്കാനുള്ള തന്ത്രം പഴയ കർഷകക്കാരനവർക്കുണ്ടായിരുന്നു. ഇതാണ് ആർക്ക് മനസ്സിലാവാത്തത്? നമ്മളെ കൃഷി ശാസ്ത്രജ്ഞന്മാർക്ക് അത് മനസ്സിലാവില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ബുദ്ധിയൊക്കെ ആരോ വിലക്കെടുത്തതാണ്. അതുകൊണ്ട് ഇതൊന്ന് തിരിച്ചറിയണം. ഇത് നട്ട് പൊലിക്കുക എന്ന് പറയും. അതല്ലെങ്കിൽ കൊലക്കാൻ സാധ്യമില്ലാത്തൊരു വാഴ കൊണ്ട് നമ്മുടെ മൂലക്കട നടും. കൊലക്കൊന്നുമില്ല. അതൊരു 2-3 മാസത്തേക്ക് 2 ഇലയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇത് കണ്ട് എത്രയോ ആൾക്കാർ രാത്രി ബോധം കിട്ടുകൊണ്ടിട്ടൊക്കെ ഉണ്ട്. ആരോ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതിട്ട് പ്രേതാണ്, കൂളിയാണ്, കാളിയാന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പണ്ടത്തെ ചൂട്ട വിളക്കാണ്. ചൂട്ട വെളിച്ചത്തിലേ പോകുന്നത്. ചൂട്ട വെളിച്ചത്തിൽ ഇവനെ എല്ലാവർക്കും കാണാമെന്നല്ലാണ്ട് ഇവനൊന്നിനെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് വാഴയാണെന്ന് തിരിച്ചറിയില്ല. ഇപ്പോൾ ടോർച്ചായതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം. അന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ മേലെ ഇരുന്ന് പക്ഷികൾ എല്ലാ പ്രാണിയെയും പിടിച്ചിരുന്നു. വവ്വാലിൻ്റെ കുഞ്ഞുങ്ങൾ പോലും അതിൻ്റെ മേലെ വന്നിരിക്കും, പ്രാണികളെ പിടിക്കുന്ന വവ്വാൽ. ഇതൊക്കെ കാർഷിക ടെക്നോളജിയാണ്. നമുക്ക് പണ്ടുണ്ടായിരുന്ന ടെക്നോളജി. ഇതിന് പകരം കീടനാശിനി കണ്ടപ്പോൾ നാട്ടിൽ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. ടെസ്റ്റ് വെപ്പൺ അങ്ങനെയാണ്. തുമ്പിയുടെ കുഞ്ഞുങ്ങൾ ലാർവയെത്തൊന്നും തുമ്പി വളർന്നു വരണം. വളപ്പിൽ വെള്ളം വയ്ക്കുക. തുമ്പി അതിൽ മുട്ടയിടാൻ മാത്രം വെള്ളം വേണം. കുറച്ച് വലിപ്പം വേണം. ചെറിയ പാത്രം ചിരട്ടയിൽ കൊതുക് മുട്ടയിടും. കുറച്ച് വലുതാണെങ്കിൽ തുമ്പി മുട്ടയിടും. തുമ്പിയുടെ കുഞ്ഞുങ്ങൾ ലാർവയെത്തൊന്നും തുമ്പി ആകാശത്തിൽ വെച്ച് കൊതുകിനെ പിടിച്ചു നിന്നാൽ പഠിച്ചുകൊണ്ട് ലൈസൻസ് കിട്ടി തുമ്പിക്കാണ്. തവളയുടെ വാൽമാക്രി കൊതുകിൻ്റെ ലാർവകളെ തിന്നും. തവളകൾ കൊതുകിനെ പിടിക്കും.
ഒരു വലിയ തവളയ്ക്ക് എത്ര കൊതുക് വേണം വയറ് നിറയാൻ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് ഇത്രയും കൊതുകില്ലായിരുന്നു. നമ്മൾ തവളയെ മുഴുവൻ കുടിച്ച് കാൽ കയറ്റുമതി ചെയ്തു. ബാക്കി കുറേ കള്ളുകൂടിയന്മാർ തിന്നു തീർത്തു. തവളയില്ല, തുമ്പിയില്ല. ചിക്കുൻ കുഞ്ഞിയുടെ പേര് പറഞ്ഞ് മലാത്തിയോൺ അടിച്ച് തുമ്പിയെ കൊന്നു. ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് തുമ്പിയുടെ ലാറയെ കൊന്നു. എന്നിട്ട് കൊതുകായിട്ട് രക്ഷയില്ല. ചേർത്തലക്കാരൻ്റെ കത്ത് വന്നത്, മാഷേ ഞങ്ങൾ ഊണ് കഴിക്കുമ്പോൾ വിസറി കയ്യിലുമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ വായിലേക്ക് കൊതു കയറിക്കളയും എന്നൊരു സുഹൃത്ത് കത്തയച്ചു. വിനോദമാണെങ്കിലും സങ്കടമാണ് കാര്യം. വിനോദത്തിലാണ് എഴുതിയത്. ഇപ്പം ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, കാരണം മലാത്തിയോൺ തെളിച്ചുകൊണ്ട് വീട്ടിൽ പാറ്റകളൊന്നുമില്ല. അതുകൊണ്ട് കൊതു ഞങ്ങൾ എടുത്തുകൊണ്ടുമില്ല. താഴത്തെ മൂട്ടയുണ്ട്, മൂട്ട കടിച്ചു പിടിക്കുന്നതുകൊണ്ട് കൊതു എടുത്തുകൊണ്ട് പോകില്ല ഞങ്ങളെ എന്ന്. ഫലിതം ഏറെ ഉണ്ടെങ്കിലും ആ സങ്കടം മുഴുവൻ ആ കത്തിൽ ഉണ്ട്. അത്രയും മൂട്ട. കാരണം മൂട്ടയെ തിന്നുന്ന എല്ലാ പ്രാണിയും പോയി, മൂട്ട പെരുകി, കൊതുകും പെരുകി. ഇതിനെ നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളെയും നമ്മൾ കൊന്നുകളയും. അതുകൊണ്ട് പെസ്റ്റ് വെപ്പൺ ഭീകരമായ ഒരു ആയുധമാണ്. ഇതുപയോഗിച്ച് ഏത് രോഗവും വരുത്താം. പ്രകൃതിയുടെ നിയന്ത്രണത്തിൻ്റെ മേലെ നമ്മൾ കൈവച്ചുകൂടാ. കൈവച്ചോ അപകടം വരും. എവിടെ നമ്മൾ ഇടപെട്ടണം അപ്പം അപകടം വരും. അതുകൊണ്ട് ഇടപെടാതെ ഇതിനെ പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏതൊക്കെ ജീവി ഇതിനെ നശിപ്പിക്കും എന്ന് ആലോചിച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറുകയാണ്. ഇനി ഒരു ടോപ്പിക് കൂടി, സീഡ് കൺട്രോൾ. വിത്തുകൾ നിയന്ത്രണത്തിലാക്കുക. വിത്ത് മുഴുവൻ ഏതെങ്കിലും വേറാട്ടക്കുത്തകയുടെ കയ്യിലെത്തുക. നാട്ടുകാരുടെ കയ്യിൽ വിത്ത് ഇല്ലാതിരിക്കുക. ഇതിന് ഏറ്റവും സഹായിച്ചത് കൃഷി വകുപ്പ് തന്നെയാണ്. കുറ്റം മുഴുവൻ കൃഷി വകുപ്പിനാണ്. നാട്ടുകാരുടെ കയ്യിൽ വിത്തില്ല, വിത്ത് സൂക്ഷിക്കുന്ന തന്ത്രം അറിയില്ല, വീട്ടിൽ സൂക്ഷിക്കാനുള്ള സൗകര്യമില്ല. വലിയ ഒഴിയെടുത്തു, അവിടെ എന്ത് സൂക്ഷിക്കാൻ പറ്റില്ല? വിത്ത് സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം ഈ സിമെന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 10 കൊല്ലം കഴിഞ്ഞാലും അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഇത് വലിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് അരിസോണ എക്സ്പീരിയൻസ്. ഭൂമിക്കടിയിൽ വലിയ അറയുണ്ടാക്കിയിട്ട് അവിടെ ലൈറ്റൊക്കെ ഇട്ട് ചെടി വളർത്തിയിട്ട് എങ്ങനെ ജീവിക്കാം എന്നതിനെപ്പറ്റി അമേരിക്കാരൻ കോടികൾ ചെലവാക്കിയൊരു ഗവേഷണം നടത്തിയിരുന്നു. അതിന് പേര് അരിസോണ എക്സ്പെരിമെന്റ്സാണ്. ഇന്റർനെറ്റ് കിട്ടും നിങ്ങൾക്ക്. അരിസോണ എക്സ്പെരിമെന്റ്സ് നോക്കുക. ആദ്യം ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് അതിനുള്ള ശാസ്ത്രന്മാർ തമ്മിൽ തമ്മത്തല്ലായി. എന്നിട്ട് കുറെ ആൾ ഇറങ്ങിപ്പോയി. ഏതായാലും ഒരു കൊല്ലം പൂർത്തിയാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് മതിയാക്കി ഇറങ്ങിപ്പോന്നു. 10 കൊല്ലത്തേക്കായിരുന്നു പ്രോജക്റ്റ്. ശാസ്ത്രന്മാർ രംഗത്ത് കയറി ഒരു 10 കൊല്ലത്തേക്ക് പുറത്തു വരരുത്. ചെടി വളർത്തുക. ചെടി വളർന്നാൽ ഓക്സിജൻ കിട്ടും. ഓക്സിജൻ കിട്ടിയാൽ എൻ്റെ കൂടെ ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ ഭക്ഷണം അതിനകത്ത് കഴിക്കുക. ഇങ്ങനെയൊക്കെ കണക്കൂട്ടിയിട്ടാണ് അവർ 500 ചെടികൾ ലോകത്ത് നിർത്തുകൊണ്ട് പരീക്ഷണം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ കൃഷ്ണതുളസിയാണ്. രണ്ടാമത്തത് കറ്റാർ വാഴയാണ്. അന്തരീക്ഷം ശുദ്ധീകരിക്കുന്ന ചെടി. ഇങ്ങനെ 500ഓളം ചെടികളുണ്ട് അവിടെ വെബ്സൈറ്റിലുണ്ട്. പക്ഷേ ഒരു 10-15 ചെടികളെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എടുക്കാൻ പറ്റില്ല. അതിന് ഓരോ ചെടിക്കും $500 കൊടുക്കണം. ആവില്ല. അവൻ അങ്ങനെ പൈസ കൊടുക്കേണ്ട പൈസ എൻ്റെ കയ്യിലില്ല. മറ്റെല്ലാ തരത്തിലും പറ്റിക്കുന്നുണ്ട്. വരാട്ടക്കുത്തേക്ക് അങ്ങനെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. കൊണ്ട് എടുത്തിട്ടില്ല. 500ഓളം ചെടികൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു 10-15 ചെടികൾ എനിക്കറിയാം. ബാക്കി അത് മുമ്പേ നമ്മുടെ മാസികയിൽ അതിനെപ്പറ്റി ലേഖനം ഞാൻ എഴുതിയിരുന്നു. അരിസോണ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. സിമെന്റിന്റെ പുറത്തു ഭാഗത്തെ ഓക്സിജൻ സ്വീകരിച്ച് കാൽഷ്യം ഓക്സൈഡ് കാൽഷ്യം കാർബണേറ്റായിട്ട് മാറും. അന്തരീക്ഷത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അങ്ങനെയാണ് സിമെന്റിന് ഉറപ്പ് വരിക. കാൽഷ്യം സിലിക്കേറ്റ് രണ്ടും സിലിക്കണും ഡയോക്സൈഡ് മാറും. അങ്ങനെയാണ് സിമെന്റിന് ഉറപ്പ് വരുന്നത്. കെമിക്കൽ ഉണ്ടാക്കുന്ന 800 ഡിഗ്രിയിൽ ഇത് വറുത്തിട്ടാണ്. അറിയാലോ, കൽക്കരിപ്പൊടിയും കളിമണ്ണും കുമ്മായവും ചേർത്ത് 800 ഡിഗ്രിയിൽ വറുത്തിട്ടാണ് സിമെന്റ് ഉണ്ടാക്കുന്നത്. ഈ സിമെന്റ് പ്രത്യേകത, ഇതിന്റെ പുറഭാഗത്ത് എത്ര ഓക്സിജൻ കിട്ടി കെമിക്കൽ ചേഞ്ച് വന്നാലും ഉള്ളിൽ വരില്ല. അതുകൊണ്ട് 10 കൊല്ലം കഴിഞ്ഞാലും മുറിയിൽ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് പഴയ ഓടിട്ട മറ്റുള്ള വീട്ടിൽ കിടന്നുറങ്ങുന്നതും കോൺക്രീറ്റ് മുറിയിൽ കിടന്നുറങ്ങുന്ന തമ്മിലുള്ള വ്യത്യാസം. ആ മറ്റുള്ള വീട്ടിനകത്ത് നിങ്ങൾക്ക് വിത്ത് സൂക്ഷിച്ചാൽ വിത്ത് മുളച്ച് കിട്ടും. 10ആയ പുരയിൽ വിത്ത് സൂക്ഷിച്ചാൽ വിത്ത് മുളച്ച് കിട്ടും. അപ്പോൾ നമ്മളിനിപ്പോൾ വീട്ടിൽ വിത്ത് മുളക്കാൻ കോൺക്രീറ്റ് മുറി എടുത്തുപോയി. ഇനിയിപ്പോൾ എന്താ വഴി? മരം കൊണ്ട് പെട്ടി ഉണ്ടാക്കി അതിനകത്ത് സൂക്ഷിക്കേണ്ടി വരും. നിങ്ങൾ കോൺക്രീറ്റ് വീട്ടിനകത്ത് ഇതുപോലത്തെ വീട്ടിനകത്ത് മേലെ ബാറിട്ടിട്ട് വെള്ളരിക്ക തൂക്കിയാൽ 2 ആഴ്ച കഴിയുമ്പോൾ വെള്ളരിക്ക കിട്ടുമോ? എത്ര ഓർഗാനിക് വെള്ളരിക്കയാലും വേണ്ട. സാധാരണ മത്തിൽ തൂക്കിയാൽ 1 കൊല്ലം കഴിഞ്ഞാലും പോവില്ല. അപ്പോൾ ഇതിനെ കാര്യം മനസ്സിലാവുമല്ലോ. കുമ്പളങ്ങ തൂക്കിയാൽ കുമ്പളങ്ങ നശിച്ചു പോകുന്നുണ്ട്. ഇത് അനുഭവത്തിൽ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് കോൺക്രീറ്റിന് സിമെന്റിന് വിത്തിൻ്റെ പരാഗണ ശേഷി നശിപ്പിക്കാൻ, അതിൻ്റെ ഫെർട്ടിലിറ്റി അങ്കുരണ ശേഷികൾ നശിപ്പിക്കാൻ കഴിവുണ്ട് എന്നതാണ് അനുഭവം. അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് വെക്കുമ്പോൾ തന്നെ വിത്തുകൾക്ക് പുതിയ മാതൃക നമ്മൾ ഇനിയും കണ്ടെത്തണം.
ചുരങ്ങയുടെ തൊണ്ട് വേണം, ചുരക്ക നടണം, ആ തൊണ്ടിൽ വിത്ത് സൂക്ഷിക്കണം. വിത്ത് സൂക്ഷിച്ചാൽ വിത്തിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടില്ല. നാടൻ വിത്തുകൾ വേണം. നമ്മുടെ 19,000 നെല്ല് വിത്ത് സ്വാമിനാഥൻ റോക്കല്ലർ ഫൗണ്ടേഷന് കൊടുത്തു. റിച്ചാറിയ ആയിരുന്നു 19,000 നെല്ല് വിത്ത് ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി സൂക്ഷിച്ചത്. കട്ടക്കിൽ ഇന്ത്യൻ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IRRI. അതില് 19,000 നെല്ല് വിത്ത് ഉണ്ടായിരുന്നു. ഈ നെല്ല് വിത്ത് ഉപയോഗിച്ച് റിച്ചാറിയ എന്ന ഇന്ത്യൻ സയന്റിസ്റ്റ് 19,000 ആദിവാസികൾക്ക് കൊടുത്തു സംരക്ഷിക്കാൻ. എല്ലാ കൊല്ലവും അവർക്ക് കൊടുക്കും. നെല്ല് വിത്ത് സംരക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക ഇന്ത്യ ഗവൺമെന്റ് റിച്ചാറിയക്ക് കൊടുക്കും. റിച്ചാറിയ ഓരോ വിത്തും സംരക്ഷിക്കുന്നവന് ഇതിന്റെ കൂലി കൊടുക്കും. അത് കൃഷി ചെയ്ത് പുതിയ വിത്താക്കിയിട്ട് കൊടുക്കണം എല്ലാ കൊല്ലവും. 19,000 ആദിവാസി കുടുംബങ്ങളാണ് ഈ ഒറ്റ പ്രോജക്ട് കൊണ്ട് ജീവിച്ചത്. ബാക്കി എല്ലാവർക്കും എടുക്കാം. ഇവർ കുറച്ച് വിത്തേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1 കിലോ 2 കിലോ കണക്കെനിക്ക് അറിഞ്ഞൂടാ, കൊടുക്കും. അത് ഉപയോഗിച്ച് കുറെ നെല്ലുണ്ടാക്കും. ബാക്കി നെല്ല് അവർക്ക് ഉപയോഗിക്കാം. ഇവർ കൊടുത്ത അത്രയും നെല്ല്, നല്ല നെല്ല്, ഒരു തുരുമ്പ് പോലും ഇല്ലാത്തത്, 1 കിലോ പഴയ ഒരു സേറ് കൃത്യമായിട്ട് കിട്ടണം. വ്യാപ്തവും തൂക്കും എല്ലാം നോക്കും. അത് അവർ വാങ്ങി വെക്കും. എന്നിട്ട് ഇതിന്റെ കൃഷി ചെയ്തതിന്റെ കൂലിയും കൊടുക്കും. അവരാണ് ക്ലോണിംഗ് ആദ്യമായി കണ്ടുപിടിച്ചത്. ഒരു കൃഷിക്കാരൻ ആദിവാസി ഇത് കൃഷി ചെയ്തപ്പോൾ വെള്ളപ്പൊക്കം വന്നു, അങ്ങനെ മുങ്ങിപ്പോയി, നെല്ലൊക്കെ നശിച്ചു, സങ്കടമായി. ഒന്ന് നെല്ല് നഷ്ടപ്പെട്ടു, രണ്ടാമത് പൈസയും കിട്ടൂലല്ലോ. അപ്പോഴാണ് അവിടെയുള്ള കൂനയായ മണ്ണിന്റെ മേലെ ഓരോന്ന് മുളച്ചു വന്നത് നല്ല ശേഷിയോട്. വെള്ളപ്പൊക്കം വന്നതല്ലേ, എക്കരൊക്കെ വന്നതല്ലേ, നല്ല ശേഷിയോട് 10ഉം 20ഉം ചെനപ്പുകളായിട്ട് വന്നു. ആദിവാസികൾ സൂത്രം പ്രയോഗിച്ചു, ഇതങ്ങനെ പറിച്ചെടുത്തു. ചെനപ്പുകളൊക്കെ പൊട്ടിച്ച് മണ്ണ് നന്നായി ഉഴുത് എല്ലാം ബൂവേറെ വെച്ചു. വയൽ മുഴുവൻ നെല്ല്. അപ്പോൾ വെള്ളപ്പൊക്കം വന്ന് നെല്ല് മുഴുവൻ നശിച്ചു പോയി. റിച്ചാറിക്ക് കത്തുവന്ന് റിച്ചാറി എന്ന് നോക്കുമ്പോൾ വയൽ മുഴുവൻ നെല്ല്. നീ എന്ത് ചെയ്തു? ഇതെങ്ങനെ എനിക്കുണ്ടായി? ഇതെല്ലാം നശിച്ചു പോയി. വേറെ വല്ല വിത്ത് ആണോ? അല്ല, ഞാൻ ഇങ്ങനെയാ ചെയ്തത്. തെറ്റായിപ്പോയോ? ഗുണം കുറഞ്ഞു? ഗുണമില്ല. ഇതൊരു പുതിയ വിദ്യ, ലോകത്തിലേടും കണ്ടുപിടിച്ചിട്ടില്ലാത്ത വിദ്യ. ഇതിനാണ് ക്ലോണിംഗ് എന്നാണ് പറയേണ്ടത്. ഇത് ക്ലോൺസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നുകൊണ്ട് റിച്ചാറിയ ഇയാളെ കൊണ്ടുപോയിട്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ ഈ ആദിവാസിയെ കൊണ്ടുപോയി ക്ലാസ് എടുപ്പിച്ചു. ക്ലോണിംഗ് എന്താണെന്ന് ഇയാൾ ചെയ്തൊക്കെ പറഞ്ഞു കൊടുത്തു. ചെയ്ത് പറയാൻ മടിയില്ലല്ലോ, പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു റിസർച്ച് സയന്റിസ്റ്റിന് കൊടുക്കുന്ന പൈസയും കൊടുത്തു. ഇയാൾക്ക് ക്ലാസ് എടുക്കുന്ന റിസർച്ച് സെന്റർ അല്ലേ, പൈസയും കൊടുത്ത് രാജകീയമായി വിമാനത്തിൽ എത്തിച്ചു. ഈ ആദിവാസി നാട്ടിൽ മുഴുവൻ വന്ന് വിമാനത്തിൽ കയറിയ സന്തോഷം, അവിടെ കിട്ടിയ സ്വീകരണത്തിന്റെ സന്തോഷം മുഴുവൻ പറഞ്ഞു. റിച്ചാറിയ അവർക്ക് കാണപ്പെട്ട ദൈവമായിരുന്നു. യുദ്ധം കഴിഞ്ഞ് എത്രയോ ടൺ വെടിമരുന്ന് ഉണ്ടായിക്കൊടുത്തു, യുദ്ധവിമാനം ഉണ്ടായിക്കൊടുത്തു, പൈസ കുമിഞ്ഞു കൂടി. ഇനി ഈ പൈസ കൊണ്ട് എന്ത് വേണമെന്നുള്ള അമ്പരപ്പിൽ നിന്ന് റോക്കല്ലർ ഫൗണ്ടേഷന് വഴി പറഞ്ഞു കൊടുത്തു. ഉടനെ വിത്തുകൾ കയ്യിലാക്കുക. ഭാവിയിലെ ഏറ്റവും വലിയ കച്ചവടം നടക്കാൻ വന്നത് വിത്തിലായിരിക്കും. ലോകത്തിലെ വിത്ത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ വരണം. അപ്പോൾ ഏത് വിത്ത് വേണം? ആദ്യം കയറക്കണം നെല്ലിൻ്റെ വിത്താണ്. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭക്ഷിക്കുന്നത് അരിയാണ്. നെല്ല് വിത്ത് കയ്യിലാക്കും. അങ്ങനെ വിത്തുകളെല്ലാം കയ്യിലെടുക്കും. അതിനുവേണ്ടി അവർ ഒരു സ്ഥാപനം ഉണ്ടാക്കി. ഏറ്റവും കൂടുതൽ നെല്ല് വിത്തുള്ള രാജ്യത്തിലെ ഉണ്ടാക്കിയത് ഫിലിപ്പീൻസിൽ. 6000 ദ്വീപുകളാണ് ഫിലിപ്പീൻസ്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനാക്കി പേര് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അത് IRRI തന്നെയാണ്. ഫിലിപ്പീൻസിലുള്ള ഭരണകൂടം പട്ടാള വിപ്ലവത്തിലൂടെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ വെടിവെച്ച് കൊന്ന് അധികാരത്തിൽ വന്ന ആളാണ്. അയാളുടെ പേര് രമൺ മാഗ്സസെ എന്നാണ്. അയാളെ സ്മാരകമായിട്ട് അമേരിക്കാരൻ കൊടുക്കുന്ന അവാർഡാണ് ഏത്? മാഗ്സസെ അവാർഡ്. അതുകൊണ്ട് ആ അവാർഡിന്റെ പിന്നിൽ ഇങ്ങനെ ചോര പുരണ്ട ഒരു ചരിത്രവും കൂടി ഉണ്ട്. അവർ ആദ്യം ഇറക്കിയ വിത്താണ് തൈനാൻ 3 എന്നത്. കേരളത്തിൽ കൃഷി ചെയ്യുന്നു, വ്യാപകമായിട്ട് കൃഷി ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് നെല്ലിൻ്റെ മേലെ കതിരിന്ന് വീഴണമെങ്കിൽ ഒരു കട്ടിംഗ് ബ്ലർ വേണം, ഓരോ നെന്മണിയായിട്ട് പിടിച്ച് വർത്തെടുക്കണം. അതുകൊണ്ട് ഉപേക്ഷിച്ചപ്പോൾ ഉടനെ കാർഷിക കോളേജുകാർ പറഞ്ഞു ഇതിൽ ഇങ്ങനെ കുഴപ്പമുണ്ട്. ടൈച്ചിങ് നെറ്റീവ് നിന്ന് അടുത്ത വിത്ത് വന്നു. ഈ അടുത്ത വിത്ത് വന്നപ്പോൾ അന്നത്തെ കാർട്ടൂൺ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അരവിന്ദൻ മാതൃഭൂമിയിൽ ചെറിയ മനുഷ്യനും വലിയ ലോകത്തിലും വരച്ചു വെച്ചു. അന്ന് ചെമ്മീൻ സിനിമ ഇറങ്ങിയ ഉടനെ വല നിറയെ തൈനാണ്ടായോ 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 എന്ന് പാട്ടോടുകൂടി ഇത് തന്നെ പാട്ട്. പണ്ട് ചക്കന്യാമോരം എനിക്ക് വേണ്ടെന്ന് ആരോ പറഞ്ഞിരുന്നു. അത്രേ വീട്ടിലെല്ലാ വിഭവവും ചക്ക കൊണ്ട് തന്നെ എലിശ്ശേരി, ചക്ക കൊണ്ട് തന്നെ പുഴുക്ക്, ചക്ക കൊണ്ട് തന്നെ പുളിങ്കറി എല്ലാം കഴിഞ്ഞപ്പോൾ മോര് വേണമെന്ന് വെച്ചു. ചക്കന്യാമോരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു വരും. അതുമാതിരി സർവത്തിലും വന്ന് തൈനാൻ മാത്രമായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട്. അന്ന് ഓട്ടംതുള്ളലും കഥകളിയും സിനിമയും നാടും എല്ലാം എന്താണ് കഥാപ്രസംഗം കേൾക്കാൻ പോയ ഇത് മാത്രം. അപ്പോഴാണ് അരവിന്ദന് രോഷം സഹിക്കാൻ കഴിയാതെ എന്ത് പറഞ്ഞത്? വല നിറയെ തൈനാൻ തായോ എന്ന് പാടുതരാം. ഈ കാലത്ത് ടൈച്ചിങ് നെറ്റീവ് നിന്ന് അടുത്ത നെല്ല് വന്നു. ഇത് വന്നപ്പോൾ അതിനേക്കാൾ തമാശ ഫിലിപ്പീൻസിലെ നെല്ല.
അവർ ചോറുണ്ടാക്കുന്ന നമ്മളെപ്പോലെയല്ല, മുളയുടെ കുറ്റിയിലാണ്, പുട്ടുകുറ്റിയിലാണ്. പച്ചരി അല്പം ഉപ്പുവെള്ളത്തിൽ പുതിർത്തിട്ട് അതിനകത്ത് നിറച്ചു വയ്ക്കും. കുറ്റി നടുക്കെ കൂടി പളർന്നതായിരിക്കും, 2 കഷ്ണമാണ്, ഒരു കയറുകൊണ്ട് കെട്ടുക. എന്നിട്ട് ഇത് ആവിക്കും. വേവിച്ചാൽ ഇത് ആകെ കൂടി ഒരു ഉണ്ടയായിരിക്കും. പച്ചരിയല്ലേ, നല്ല പശയുള്ള പച്ചരി, ആ കൂടി വലിയ സാധനം. ഇത് പുട്ടുപോലെ ഇതും ഒരു പച്ചമുളകും കൂട്ടിയിട്ട് അവരെ തീറ്റ ഊണ്. ദൂരന്നെടുത്ത് നോക്കി അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചവച്ചിലങ്ങ് തിന്നവർ. നമുക്കൊന്നും അത് ആലോചിക്കാൻ പോലും കഴിയില്ല. ഈ അരി കേരളത്തിൽ കൊണ്ടുവന്നു, പെണ്ണുങ്ങളത് അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ച് കുറേ അരി കൊണ്ടേ എല്ലാം തിട്ടു. കുറെ കഴിഞ്ഞ് ഇളക്കിയപ്പോൾ കല അടക്കം ഇളകുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇത് അവിടാണ്. ആ നെല്ലും പോയി. പിന്നെയാണ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 8 എന്ന അയ്യാറെട്ടിൻ്റെ ഫുൾ ഫോം അതാണ്. പിന്നെ അങ്ങ് തുടങ്ങി ഇഷ്ടം പോലെ വിത്തിറക്കി. ഇറക്കിയപ്പോൾ കുഴപ്പം ഞാൻ ആദ്യം പറഞ്ഞു, നാടൻ നെല്ല് വിത്തുകൾക്ക് 4000 കൊല്ലത്തെ കൃഷി പരിചയമുണ്ട്. നമ്മൾ കൃഷിയുടെ മാത്രം പരിചയമുണ്ട്. അതിന് മുമ്പ് നാച്ചുറൽ ആയിട്ടുള്ള പരിചയം വേറെ ഉണ്ടാവും. ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിവുണ്ടാവും. അതില്ലാത്ത ഒരുപാട് വിത്തുകൾ ഇറങ്ങും. കുറച്ച് കാലം കഴിയുമ്പോൾ ഇറങ്ങി പോകും. അതിലിടയ്ക്കുന്നുണ്ടായി ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനില റിച്ചാർഡ് വിത്തിന് ചോദിച്ചു, ഈ വിത്തിൻ്റെ മുഴുവൻ സാമ്പിൾ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. റിച്ചാർഡ് പറഞ്ഞു, ഇത് കൊടുക്കാൻ പറ്റില്ല, ഇത് ഇന്ത്യക്കാരൻ്റെതാണ്, ഇന്ത്യയിലെ കർഷകന് മാത്രം പറ്റും. നിങ്ങൾക്ക് എന്തിനാ ഇത്? ഫിലിപ്പീൻസിലെ കൃഷിക്ക് ഇത് പറ്റില്ല, ഇത് ഉഷ്ണമേഖലാ കാലാവസ്ഥയിലെ നെല്ലാണ്, ശീതരാജ്യക്കാർക്ക് പറ്റാത്തതാണ്, നിങ്ങൾക്ക് എന്തിനാ ഇത്? ഇപ്പൊ റിച്ചാറിയുമാണ് ശുദ്ധനാ. റിച്ചാറിയൊക്കെ അറിയില്ല ഇന്ത്യൻ വിത്ത് മുഴുവൻ കൈക്കലാക്കി ഇന്ത്യക്കാരന് വിത്തില്ലാണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കലാണ് ലക്ഷ്യം. ഏതായാലും റിച്ചാറിയെ പെട്ടെന്ന് കട്ടക്കുന്ന് ഡെറാഡൂണിലേക്ക് മാറ്റി. ആ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നെല്ല് വിത്തുള്ളത് ഹിമാലയത്തിന്റെ മേലെയാണ്. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. റിച്ചാറിയെ സന്തോഷത്തോടെ പോയി. ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ, നാട്ടുകാരെയൊക്കെ സേവിക്കാൻ പറ്റും, അവിടുത്തെ ആദിവാസികളെയൊക്കെ സേവിക്കാമല്ലോ എന്ന് വെച്ചാൽ പോയി. ചെണ്ണ ഡയറക്ടറായിട്ട് സ്വാമിനാഥൻ വന്നു. 19,000 നെല്ലുവിത്ത് സുഖമായിട്ട് മനിലയിലേക്ക് എത്തേണ്ട താമസം സ്വാമിനാഥനെ അതിൻ്റെ ഡയറക്ടറാക്കി. ഫിലിപ്പൈൻസിൽ മാക്സസ് അവാർഡ് കിട്ടി. ഒരുപാട് അവാർഡുകൾ. മാത്രമല്ല അന്ന് മുതൽ ഇന്ത്യയിൽ കൃഷി എന്ന് പറഞ്ഞാൽ MS സ്വാമിനാഥനായിട്ട് മാറിക്കഴിഞ്ഞു. വിത്ത് പോയി. അവർ കൊണ്ടുവന്ന് അയ്യാറിറക്കി. അത്യുൽപാദന ശേഷികൾ തന്നെ സംശയമൊന്നുമില്ലേന്. അതിന് കൂടെ കുറെ രാസവളവും കൂടി കിട്ടിയപ്പോൾ നന്നായിട്ടുണ്ടായപ്പോൾ എല്ലാവരും ഇന്ന് കാണാനുള്ള കൗതുകമാണ്. ഒരേ ഉയരത്തിൽ കുത്തണം. അപ്പം അതിനു മുമ്പ് ഒരു അബദ്ധം പറ്റി നമുക്ക്. നമ്മൾ കൊണ്ടുവന്ന് ഈ രാസവളം ഇട്ടാൽ നല്ലോണം വളരുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ നാടൻ നെല്ലിനത്തുകൊണ്ട് രാസവളം ഇട്ടു. രാസവളം ഇട്ടപ്പോൾ നാടൻ നെല്ലിനം വളരെ ഉയരത്തിലങ്ങ് വളർന്നു. ഉയരം വന്നപ്പോൾ എല്ലാം വീണ് ചീഞ്ഞു, കതിരി കിട്ടണ്ടേ. അപ്പോൾ ഇതിനെ നാട്ടുകാർ മുഴുവൻ കട്ടത്തായി, ഒന്നും കിട്ടാനില്ല. ഇതങ്ങനെ വീണ് അടിഞ്ഞു പോവുക, ചീഞ്ഞ് അടിഞ്ഞു പോവുക. എന്നാൽ രാസവളം ഉപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു ആരെങ്കിലും? അതല്ല പറയുന്നത്, നിങ്ങൾ ഇത്ര ഉയരം വരുന്ന നെല്ല് കൃഷി കൊണ്ടാണ് ഇനി ഉയരമില്ലാത്ത നെല്ല് കൃഷികളെന്നാണ്. വൈക്കോലില്ലാതായി, വയലിൽ സോയിൽ കാർബൺ കുറഞ്ഞു. ഇത്രയും നെല്ല് വീണ് അടിഞ്ഞാൽ ഒരു പെറ്റുണ്ട്. അതിന് കതിരി കിട്ടിയാൽ പഴയ നെല്ല് എങ്ങനെയാണ്? ഞങ്ങൾക്കൊരു നെല്ലുണ്ട് പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന ഓടക്കിഴമെന്ന് പറയും. ഓട പോലെ വളരും, അത്രയും ഉയരത്തിൽ വളരും, 6-6.5 അടി ഉണ്ടാവും. ഇത് വീണ് അടിഞ്ഞിട്ട് നെല്ല് അവിടുന്ന് മുട്ട് മാത്രം കുത്തനെ വെക്കും. അത് മാത്രം കൊയ്തെടുക്കുക 1-ാം വിളക്ക്. അതോടുകൂടി വയൽ നിറയെ മണ്ണരിയായിരിക്കും. കാരണം 1-ാം തരം സെല്ലുലോസ്, ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ശരിയായ കൃഷി അതാണ്. ആ സെല്ലുലോസ് കിട്ടുന്നോട് 2-ാം വിളക്ക് പിന്നെ വളമൊന്നും വേണ്ട, നിറച്ച് മണ്ണരിയായിരിക്കും. മുഴുവൻ നട്ടാൽ മതി. അങ്ങനെ ചെയ്യുന്ന സ്ഥലത്ത് കുത്തനെ വളർന്ന് നെല്ല് വന്നു. വൈക്കോല് തീരെ വയലിലുണ്ടായി, പശുവിന് കൊടുക്കണ്ടേ. വയലിൽ സെല്ലോസ് കുറഞ്ഞു, നെൽകൃഷി പരാജയപ്പെട്ടു. വയലിൽ സെല്ലോസ് ഇല്ല, ജൈവാംശം കുറഞ്ഞു പോയി. പിന്നത്തെ നെല്ല് വളരാണ്ടായി. നാടൻ നെല്ല് വിത്തുകളൊക്കെ നഷ്ടപ്പെട്ടു. വിത്ത് മുഴുവൻ കൊണ്ടുപോയി ഫിലിപ്പൈൻസിലേക്ക്. അവിടുന്ന് അത് ചേർത്തിട്ട് അവർ പുതിയ വിത്ത് ഇറക്കാൻ തുടങ്ങി. പുതിയ വിത്തുകൾക്ക് ഇത്തരം പ്രതിരോധ ശേഷിയില്ല, നിലനിൽക്കില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ജനറ്റിക്കൽ കോമ്പിനേഷൻ ശരിയാവുന്നില്ല. പ്രകൃതി ചെയ്യുമ്പോലെ ഉണ്ടാക്കാൻ മനുഷ്യൻ എന്ത് ചെയ്തിട്ടും ഇതുവരെ വിജയിച്ചിട്ടില്ല. ഒരു നെല്ല് വിത്ത് പോലും അയാൾക്ക് 3 കൊല്ലമേ എന്നുള്ളൂ. 4-ാമത്തെ കൊല്ലാകുമ്പോൾ അയാൾക്ക് പോയി. എല്ലാ വിത്തുകളും പെട്ടെന്ന് ചത്തുപോകുന്നു. ഇത് മൊത്തം ഇല്ലാണ്ടായാൽ ഇനി എന്ത് സംഭവിക്കും? പുതിയ നെല്ല് വിത്ത് വേണ്ടേ? ഇത് വലിയ പ്രശ്നമായിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വലിയ പരിഗണനയിലുണ്ട് ഇത്. അതുകൊണ്ട് സുപ്രീം കോടതി ഇങ്ങനത്തെ പ്രവേശനം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുത്തോളം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനൊക്കെ നിയന്ത്രണം വരുത്തണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ജഡ്ജിമാർക്കറിയാം ഭാവിയിൽ ഈ നെല്ല് വിത്തുകളൊക്കെ ഒന്നോടെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ എവിടെ പോകും? കുരുമുളക് നഷ്ടപ്പെട്ടു പോയി കുറച്ചു കാലം മുമ്പ്. നമുക്ക് ഉടനെ സൈലന്റ് വാലിയിൽ പോയി കാട്ടിൽ നിന്ന് അവിടെ ഏതാണ്ട് 30 ഇനം കുരുമുളകുണ്ട്, നമുക്കെടുക്കാം. സൈലന്റ് വാലി ബാക്കിയായതുകൊണ്ട് അവിടെയും റബ്ബർ വെച്ചിരുന്ന പിന്നെ പെട്ടതിനെ പാട്. നെല്ല് വിത്ത് ഇങ്ങനെ എടുക്കാൻ പ്രയാസമുണ്ട്. ഡോക്ടർ വന്ദന ശിവ ഡെറാഡൂണിൽ ഏതാണ്ട്
100-ൽ പരം വിത്തുകൾ സംരക്ഷിക്കുന്നു. ഡെറാഡൂണിൽ പ്രത്യേക തോട്ടമുണ്ട് അവർക്ക്. ആ തോട്ടത്തിനകത്ത് ചെറിയ ചെറിയ പ്ലോട്ടുകളാക്കി പരസ്പരം ബന്ധമില്ലാതെ 100-ൽ പരം വിത്തുകൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അവർ സംരക്ഷിക്കുന്നു. അങ്ങനെ പലരും സ്വമേധയാ വിത്ത് സംരക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ പച്ചക്കറി വിത്ത് വേണം, പഴയ വെണ്ട വിത്ത് വേണം, കാളക്കൊമ്പൻ വെണ്ട, 1 മുഴം നീളമുള്ള വെണ്ട, വെറുതെ ഉപ്പിട്ട് വേവിച്ചാൽ പോലും സ്വാദോടെ കഴിക്കാൻ പറ്റുന്ന വിത്തുകൾ നമുക്കിനി വേണം. എവിടെ ഉണ്ടെങ്കിലും അത്തരം വിത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കൃഷിക്കാർ തന്നെ മുന്നോട്ട് വരണം. ഇപ്പോൾ പയനീർ 3, പയനീർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് പയനീർ എന്ന അമേരിക്കൻ കുത്തകയുടെ നെല്ല് വിത്ത് കൃഷി ചെയ്തവരൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. അവർ ആ വിത്തെടുത്ത് വീണ്ടും കൃഷി ചെയ്തപ്പോൾ അതിനെതിരെ കമ്പനി നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുക കർഷകർക്കെതിരെ. കാരണം കർഷകർക്ക് അതിന് അധികാരമില്ല. 1 കൊല്ലം ഉപയോഗിക്കാനാണ് ഞങ്ങൾ വിത്ത് കൊടുത്തത്, 2ാമത്തെ കൊല്ലം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റോയൽറ്റി ഞങ്ങൾ കിട്ടുന്നുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ കേസുണ്ട്. വലിയ നൂലാമാല പിടിച്ച കേസാണ്. അമേരിക്കയിലെ നിയമങ്ങളൊക്കെ നൂലാമാല പിടിച്ചതാണ്, സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കർഷകർ അവർ പറയുന്നത് പോലെ കുറെ തർക്കിച്ച് ഒരു റോയൽറ്റി ആയിട്ട് തുക കൊടുത്ത് കേസ് ഒഴിവാക്കി. അങ്ങനെയാണ് ഭൂരിപക്ഷം കർഷകർ. പക്ഷേ വിത്ത് കർഷകന്റെ അധികാരമാണ്, വിത്തിൻ്റെ മേലെ കമ്പനിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കർഷകർ ഇത്തരം പരിസംഘടനകൾ സഹായത്തോടുകൂടി കേസ് ഇപ്പോഴും നടത്തുന്നുണ്ട്. കേസ് തീർന്നിട്ടില്ല. അത് പയനീർ എന്ന വിത്ത് കമ്പനിയാണ്. ഈ നെല്ല് വിത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ. ഇത് ചെയ്യുന്ന കർഷകരുണ്ട്. അത്ഭുതം തന്നെയാണ് നെല്ലിൻ്റെ വളർച്ച. പക്ഷേ 1 കൊല്ലമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. 2ാമത്തെ കൊല്ലം കൃഷി ചെയ്താൽ വിള കിട്ടണമെന്നില്ല. പക്ഷെ 2ാമത്തെ കൊല്ലം ഉപയോഗിക്കുന്നവർ നിരോധിച്ചിട്ടുണ്ട്. 2ാമത്തെ കൊല്ലം വേറെ വിത്ത് തരുന്നതാണ്. ലോകത്തിലെ എല്ലാ നെല്ല് വിത്തും എല്ലാ ഗോതമ്പ് വിത്തും അവരെ കയ്യിലെത്തിക്കുക എന്നാണ് അവരുടെ തന്ത്രം. അതിനുവേണ്ടി ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇതാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ്റെ ഇപ്പോഴത്തെ പണി. മെലിനിയിലാണ് എൻ്റെ ഹെഡ് ഓഫീസ്. ഡെറാഡൂണിൽ വെച്ചിട്ട് ഫിലിപ്പീൻസുകാരായ കുറച്ച് വിദ്യാർത്ഥികളെ ഞങ്ങൾ കണ്ടു. അവരോട് ഞങ്ങൾ ചോദിച്ചു എന്താ സ്വാമിനാഥനെ പറ്റി അഭിപ്രായം. അവർ പറഞ്ഞെന്നറിയാം, 1 കൊല്ലം കൂടി കിട്ടിയിരുന്ന ഞങ്ങൾ പെട്ടിയിലാക്കിയിട്ട് ഇങ്ങോട്ട് അയച്ചു തരുന്നു. ഫിലിപ്പീൻസിൽ ഇപ്പോൾ ആഭ്യന്തര യുദ്ധമാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ. നല്ല ഭൂമിയൊക്കെ മുസ്ലിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. കാരണം ക്രിസ്ത്യാനികളുടെ ഭൂമി മുഴുവൻ ഈ അമേരിക്കയിൽ വന്ന ഉദ്യോഗസ്ഥന്മാർ പരീക്ഷണ കൃഷി നടത്തി രാസവളമിട്ട് മണ്ണ് മരിച്ചു പോയി. മുസ്ലിങ്ങളങ്ങ് അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ ഭൂമി ബാക്കിയുണ്ട്. ആ ഭൂമിക്ക് വേണ്ടി ഇപ്പോൾ സ്ഥിരം ഏറ്റുമുട്ടലാണ്. ആഭ്യന്തര യുദ്ധത്തിൻ്റെ വക്കിലാണ് ഉള്ളത്. എത്തിച്ചത് സ്വാമിനാഥൻ എന്ന ഒരേ ഒരു വ്യക്തിയാണെന്നാണ് അവർ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കിട്ടിയാൽ ഇപ്പോൾ ഞങ്ങൾ ശരിപ്പെടുത്തും എന്ന് പറയുന്നവരാണ്. ഞങ്ങൾ ഭീകരന്മാരാവും. കാരണം അവിടെ മുഴുവൻ ഭീകരതയാണ്. ആരും മതത്തിൻ്റെ പേരിൽ അന്യോന്യം വെടിയിച്ചു പോലും സമയമായി. മതമല്ല കാര്യം മണ്ണാണ്. ഈ മണ്ണിന് വേണ്ടി പണ്ടും അങ്ങനെയായിരുന്നു. ഇതുപോലെ നദിയുടെ തീരത്തെ മണ്ണിന് വേണ്ടിയാണ് ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ യുദ്ധം തുടങ്ങുന്നത്. ആ നദിയുടെ കരയിലാണ് മാർസ് വളർന്നത്. ആ നദിയുടെ പേര് ചേർത്തിട്ടാണ് ആദ്യത്തെ പേപ്പർ വരുന്നത്. റൈനിഷ്ടെ സൈത്തുങ് എന്ന മാർസിന്റെ പേപ്പർ വരുന്നത് തന്നെ ഈ നദിയെ പറ്റിയിട്ട് ഫ്രാൻസുകാരും ജർമ്മനിയും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് പണ്ടേ എങ്ങനെയാണ് നല്ല മണ്ണ് ഒക്കെ വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ തന്നെയാണ് നടക്കുന്നത്. ഇനി ഒരു ചെറിയ ചരിത്രം അല്പം. ഒരുപാട് വെടിമരുന്ന് ഉണ്ടാക്കിയപ്പോൾ, ഒരുപാട് തരത്തിൽ നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ ബാക്കിയായ നൈട്രജൻ കോമ്പൗണ്ട്സ് പറമ്പിലേക്ക് ഒഴുക്കി ജർമ്മനി. ഇത് വീണ സ്ഥലത്ത് ഉള്ള ധാന്യച്ചെടികൾക്ക് അസാധാരണമായ വളർച്ച കണ്ടു. ഈ വളർച്ചയിൽ നിന്നാണ് NPK എന്ന സിദ്ധാന്തം രൂപം കൊള്ളുന്നത്. നൈട്രജൻ ഇട്ടാൽ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവുമെന്ന് കണ്ടുപിടിച്ചു. നൈട്രജൻ കോമ്പൗണ്ട്സ് പലതരത്തിൽ ഉണ്ടാക്കേണ്ടി വന്നു അവർക്ക്. കാരണം ഹിറ്റ്ലർ ആദ്യം 100,000 ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ചത് നൈട്രസ് ഓക്സൈഡ് ആണ്, ലാഫിംഗ് ഗ്യാസ്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ബാക്കിയായ രാസ സംയുക്തങ്ങളാണ് മണ്ണിലേക്ക് ഒഴുക്കിക്കളഞ്ഞത്. കോടിക്കണക്കിന് പട്ടാളക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. ഏറ്റവും വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഏറ്റവും വേഗം കൃഷി വളർത്തണം. അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ. ഓൺലി ക്വാണ്ടിറ്റി, മറ്റൊന്നും ചിന്തിക്കരുത് എന്ന് ഹിറ്റ്ലർ ഉത്തരവ് കിട്ടിയപ്പോൾ നോർമൻ ബോർലോഗിനെ പോലത്തെ ആൾക്കാർ ചെടി കത്തിച്ച് കരിച്ചു. വെണ്ണീരെടുത്തിട്ട് രാസ അപകടം നടത്തി. അതിപ്പോൾ കത്തിച്ച് കട്ടിയപ്പോൾ കിട്ടിയ 3 പ്രധാന വസ്തുക്കളാണ് NPK, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, എല്ലാ ചെടിയും വളരാൻ എന്ത് കൊടുക്കണം? NPK വേണം. ഇതാണ് NPK സിദ്ധാന്തത്തിൻ്റെ അർത്ഥം. ഇത് എളുപ്പം കിട്ടാൻ എന്ത് വഴിയുണ്ട്? നൈട്രജൻ കിട്ടാൻ ഏറ്റവും നല്ലത് പെട്രോളിയം നാഫ്തയാണ്. നാഫ്തലിൻ തുടങ്ങിയിട്ട് ആ ഇനത്തിൽ പെട്രോളിയം മാറ്റുമ്പോൾ കിട്ടുന്ന വസ്തുക്കൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടും. അതെടുത്തിട്ട് അതിൽ നിന്ന് യൂറിയ, അമോണിയം സൾഫേറ്റ് തുടങ്ങിയ രാസവളങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാ രാസവസ്തുക്കളും, പെട്രോളിയം രാസവസ്തുക്കൾ. ഇതേമാതിരി തന്നെ പൊട്ടാഷ് എവിടെയുണ്ടെന്ന് നോക്കി പല കുന്നിൻ്റെ അടിയിൽ പൊട്ടാഷിൻ്റെ വലിയ പാറയുണ്ട്. അത് പൊടിച്ച് എടുത്തിട്ട് വളമാക്കി വെക്കാൻ
എല്ലാ സ്ഥലത്തും പൊട്ടാഷ് ഉണ്ടെന്നും പൊട്ടാഷ് വലിച്ചെടുക്കാൻ എല്ലാ ചെടികൾക്കും ഒരുപോലെ കഴിവില്ലെന്നും അന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ തെങ്ങിന് ഏത് പൊട്ടാഷ് പാറയും ലയിപ്പിക്കാം. തെങ്ങിന്റെ അകത്തുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാൽ കാർബോണിക് ആസിഡ് കിട്ടും. കാർബോണിക് ആസിഡ് വേരിന്റെ അറ്റത്ത് കൊണ്ടിട്ട് പൊട്ടാഷ് പാറകളായി കിട്ടുന്ന പൊട്ടാഷ് പാറയിൽ തൊട്ടാൽ അലിയാത്ത കിട്ടുന്നാൽ കാർബോണിക് ആസിഡ് അത് അലിയും. തെങ്ങിന് പൊട്ടാഷ് വലിച്ചെടുക്കാം. അതുകൊണ്ട് തെങ്ങിന്റെ ഓലയിൽ, തെങ്ങിന്റെ മട്ടലിൽ, തെങ്ങിന്റെ ചകരിയിലൊക്കെ പൊട്ടാഷ് ധാരാളം ഉണ്ട്. ഇത് കത്തിച്ച് കരിച്ച് ആ വെണ്ണീര് വെള്ളത്തിൽ കലക്കിയിട്ടാണ് പഴയ കാലത്ത് പൊട്ടാഷ്യം ഓക്സൈഡ് ഉണ്ടാക്കി തുണി അലക്കിയിരുന്നത്. ഏറ്റവും നല്ല കാരം അതായിരുന്നു. ഏത് ഫാക്ടറി വലിയും പഴയത്തെ അലക്ക് കാരം അതാണ്. ചകരി കത്തിച്ച വെണ്ണീർ, തൊണ്ട് കത്തിച്ച വെണ്ണീർ എടുത്തിട്ട് എല്ലാം ചെയ്യും. അതുകൊണ്ട് തുണി കീറിപ്പോകുന്നില്ല. കോറത്തുണിയെ വെള്ള തുണിയാക്കാൻ ഇതിനകത്ത് മുക്കിയെടുക്കുക. എന്നിട്ട് ചാണകവെള്ളം കുടയാം. ചാണകവെള്ളം നൈട്രിക് ആസിഡ് ആണല്ലോ. പൊട്ടാസിൻ്റെ ക്ഷാരവസ്തു മുഴുവൻ ഏതിൽ പോവും? ചാണകവെള്ളത്തിലെ നൈട്രിക് ആസിഡിൽ പോവും. അപ്പോൾ ഏത് നിറമുള്ള തുണിയും ബ്ലീച്ച് ചെയ്യാൻ സ്വാഭാവികമായി പണ്ട് ഉപയോഗിച്ചിരുന്ന വിദ്യയാണ് ഇതെല്ലാം. അതെല്ലാം നൈട്രജൻ കോമ്പൗണ്ട്സ് ഇഷ്ടം പോലെ പ്രയോഗിച്ചപ്പോൾ ചെടികൾ വളർന്നു കിട്ടി. ഇതിൽ നിന്നാണ് ഇതെല്ലാം യുദ്ധത്തിൻ്റെ പ്രൊഡക്റ്റാണ്. ടാങ്ക് യുദ്ധം കഴിഞ്ഞപ്പോൾ ടാങ്ക് ഫാക്ടറി പൂട്ടാൻ മടിച്ചിട്ട് ആ ടാങ്ക് ഫാക്ടറി മുഴുവനും ട്രാക്ടർ ആക്കിയിട്ട് അങ്ങനെയാണ് ട്രാക്ടർ കണ്ടുപിടിക്കുന്നത്. അതേ യന്ത്രം വെച്ചിട്ടാണ് ട്രാക്ടർ വരുന്നത്. ഇതുവരെ എല്ലാം യുദ്ധത്തിൻ്റെ ബാക്കിയാവും. ഫാക്ടറി പൂട്ടരുത്. യുദ്ധത്തിന് ആളുകളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ മീഥൈൽ ഐസോസൈനേറ്റ് ശക്തി കുറച്ച് എന്നിട്ട് അതുപയോഗിച്ച് കീടനാശിനിയാക്കി കളിക്കുകയുണ്ടായി. വിയറ്റ്നാം യുദ്ധകാലത്ത് വിയറ്റ്കോങ് കമ്മ്യൂണിസ്റ്റുകാർ കാടിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുമ്പോൾ ഇവർക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് വെടിവെക്കാൻ പറ്റുന്നില്ല, കാണുന്നില്ല. അവർ കാണുന്ന താഴത്ത് ഒറ്റ വെടിക്കുന്നത് ഹെലികോപ്റ്ററിൽ ഇരിക്കുന്നവനെ കൊല്ലാം. ഇവൻ കാട് ഒറ്റ വെടിവെച്ചാലും കൊള്ളില്ല. കാരണം ഒരു വെടിയും വെച്ച് ഇവൻ പോയി ഒളിച്ചില്ലേ. അതുകൊണ്ട് എന്ത് വഴി? ഇലകൾ മുഴുവൻ കൊഴിക്കണം. മരത്തിനൊന്നും ഇല വേണ്ട. ഹെലികോപ്റ്ററിൽ നിന്നിട്ട് ഏജന്റ് ഓറഞ്ച് തെളിച്ചു. കുറച്ചല്ല, 67 മില്യൺ ടൺ ഏജന്റ് ഓറഞ്ചാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അമേരിക്കക്ക് വിറ്റത്. ആ കാശാണ് ഇപ്പൊ വിത്ത് കൈയടക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. 67 മില്യൺ ടൺ ഉണ്ടാക്കി കൊടുത്തു. എവിടെ? കൊച്ചു വിയറ്റ്നാമിൽ മാത്രം. എല്ലാ ചെടീൻ്റെ മേലെയും, കാരണം വിയറ്റ്നാം കേരളം പോലെയാണ്, മഴക്കൊക്കെ മഴ പെയ്യും. അതുകൊണ്ട് എല്ലാ ചെടീൻ്റെ മേലെയും തെളിക്കും. തെളിച്ച് ഇല മുഴുവൻ കൊഴിഞ്ഞാൽ ഇലയില്ലാത്ത മരത്തിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നവനെ മുതൽ വെടിവെച്ച് കൊല്ലാം. ഇതാണ് തന്ത്രം. അതുകൊണ്ടാണ് വിയറ്റ്നാംകാർ വൈക്കോലിൻ്റെ തൊപ്പി ഉണ്ടാക്കിയത്. അപ്പോൾ വൈക്കോൽ കൂനിയും ചെടിയും മണ്ണും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. വൈക്കോലിൻ്റെ തൊപ്പി ഉണ്ടാക്കി ഇതും തലയിൽ വെച്ച് നടക്കുക. ഹെലികോപ്റ്ററിൽ നിന്ന് കണ്ടാൽ താഴത്തുണ്ടോ വൈക്കോലിട്ടെന്ന് തോന്നുള്ളൂ. അങ്ങനെയാണ് വൈക്കോൽ തൊപ്പി. നിങ്ങൾ ഹോച്ചിമിൻ്റെ ഒക്കെ ചിത്രം കണ്ടിരിക്കും, വൈക്കോൽ തൊപ്പി ഇട്ട് വെക്കുന്ന ചിത്രം. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. ഇങ്ങനെ അവർ ചെയ്തിരുന്നു. അന്ന് കണ്ടുപിടിച്ചതാണ് ഏജന്റ് ഓറഞ്ച്. അതിൻ്റെ ഇപ്പോഴത്തെ പേരാണ് റൗണ്ട് അപ്പ് എന്നത്. അതുകൊണ്ടാണ് താഴത്ത് നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ ക്യാൻസർ വന്നത്. സൈഗോൺ പട്ടണത്തിലെ ആളുകൾക്ക് ക്യാൻസർ വന്നത് ഈ റൗണ്ട് അപ്പ് കാരണമാണ്. താഴത്തേക്ക് ഒഴുകി വന്നു മേക്കോങ് നദി. മഹാഗംഗ എന്നതിൻ്റെ പഴയ പേര്. ഗംഗ മാറി അവർക്കൊരു ഗംഗയുണ്ട്, അതിൻ്റെ പേര് മഹാഗംഗ. അതിൻ്റെ വിയറ്റ്നാമീസ് ഭാഷയിലെ പേരാണ് മേക്കോങ് എന്ന്. ആ മേക്കോങ് നദിയിലെ ഇവിടെ മേലെ അടിച്ച എല്ലാ റൗണ്ടപ്പ് ഒലിച്ച് താഴത്ത് വന്നു. താഴത്ത് കെട്ടിക്കിടന്നു സൈഗോണിനടുത്ത്, കടലിനടുത്ത്. അത് പായലിൽ വന്നു. പായലിൽ മത്സ്യം തിന്നു. ആ മത്സ്യത്തെ അമേരിക്കൻ പട്ടാളക്കാർ തിന്നു തീർത്തു. അപ്പോൾ ആർക്ക് കിട്ടി ക്യാൻസർ? അമേരിക്കൻ പട്ടാളക്കാരൻ. കാരണം വിയറ്റ്നാംകാരൻ മീനിൻ്റെ ഒരു ചാറേ കൂട്ടുള്ളൂ, കേരളക്കാരന്മാരിയാണ്. അമേരിക്കാരൻ്റെ മെയിൻ ഫുഡാണ് ഫിഷ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്ക്? അമേരിക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് ആ വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നുകിൽ മനോരോഗികളായി, അല്ലെങ്കിൽ എല്ലാം ക്യാൻസർ പിടിച്ച് ചത്തുപോയി. പട്ടാളക്കാർ മുഴുവൻ. കുറച്ചല്ല, ഏതാണ്ട് 6 ലക്ഷം പേര് ഒന്നിച്ച് ചത്തു തീർന്നു. ഈ റൗണ്ടപ്പാണ് കേരളത്തിൽ വ്യാപകമായി നെൽവയലിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ചായത്തോട്ടത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ അരി ചറപറയാണെന്നൊക്കെ സിനിമാ നടികൾ പറഞ്ഞാലും ഓർത്തോളൂ, ഇത് ഏറ്റവും നല്ല അരിയൊന്നല്ല. കോട്ടയത്ത് വ്യാപകമായിട്ട് നെൽവയലിൽ തളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊലിച്ച് എല്ലാ പുഴകളിലും എത്തുന്നു. വെമ്പനാട്ട് കായലിലെത്തുന്നു. കായലിൽ കുളിച്ചവർ തൊഗ്രോഗം വരുന്നു, ചിക്കുൺ ഗുനിയ വരുന്നു. രോഗം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഈ അരി കഴിച്ചാലും ഇത് വരും. ഇപ്പോഴുള്ള രാസവളങ്ങളൊക്കെ ഏതാണ്ട് ഇങ്ങനെയാണ്. കാനഡയിലെ വലിയ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പൊട്ടി വന്ന പാറകളിൽ ഗന്ധമുണ്ട്. ആ ഗന്ധം അങ്ങനെ കൊണ്ടുവരും. അതാണ് സൾഫേറ്റ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗന്ധം കാലത്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മണ്ണിൽ വേണ്ടത്ര ഗന്ധകം ഉണ്ട്. നേച്ചറാണ്. പക്ഷെ അവർ രാസവളാക്കിയിട്ട് തരുള്ളൂ.
നാച്ചുറൽ ആയിട്ടുള്ള വെള്ളത്തിൽ അലിയില്ല. വെള്ളത്തിൽ അലിയുന്ന രൂപത്തിലാക്കിയിട്ടാണ് അവർ തരിക. ഒരു കുഴപ്പം, ഇത് ഒന്നിച്ച് ചെടിയിലെത്തും. ചെടി ഒരു എരുമയല്ല. ചെടിക്ക് എല്ലാ സമയത്തും വെള്ളം കിട്ടാറുണ്ട്, എല്ലാ സമയത്തും വളം കിട്ടാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒന്നിച്ച് രാസവളം കൊണ്ടിട്ടാൽ ഒന്നിച്ച് യൂറിയ അങ്ങോട്ട് കയറും. നമ്മുടെ ശരീരത്തിൽ ഒന്നിച്ച് യൂറിയ കയറിയാൽ അപ്പോ തളർന്നു വീണു, നമ്മുടെ ബോധം കിടും. യൂട്രോഫിക്കേഷൻ എന്ന് പറയും ശരീരത്തിൽ. അപ്പൊ തന്നെ തലച്ചോറൊക്കെ മരവിച്ചു. യൂറിയ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് യൂറിയ കൂടും, കിഡ്നി പരാജയപ്പെടും. അങ്ങനെ ഒരു വലിയ രോഗത്തിലേക്ക് അടിഞ്ഞു. ഡബിൾ ബോയിൽഡ് അരി ഉണ്ടാക്കുമ്പോൾ ഒരു അരി എടുത്തു, നെല്ലെടുത്തു, അല്പം ചൂടാക്കി അതിനകത്ത് 3-4 പിടി യൂറിയ ഇട്ടു, എന്നിട്ട് അവിടെ വെച്ചു. പിറ്റേന്ന് രാവിലെ എടുത്ത് വീണ്ടും ചൂടാക്കിയാൽ ഡബിൾ ബോയിൽഡ് റൈസായി. 10 മിനിറ്റ് കൊണ്ട് നെല്ല് പുഴുങ്ങി കിട്ടി. ഭയങ്കര തിളക്കണം, നല്ല ഷൈനിങ്ങൾ അരി കിട്ടും. ഇത് കഴിച്ചാൽ നമ്മൾ കിഡ്നി പരാജയപ്പെടുന്ന മണ്ട, പുറമേ നിന്ന് യൂറിയ കൂടിയിട്ട് തന്നെ കാലിന്റെ മുട്ട അനങ്ങാതാവാം, റൊമാറ്റിക് ആർത്രൈറ്റിസ് വരാം. പശുവിന് യൂറിയ കൊടുക്കുന്നുണ്ട്. മുഴുവൻ പശുവിന്, യൂറോപ്യൻ പശുവിന് വേർക്കില്ല. വേർക്കാതെ കൊണ്ട് പശുവും പാലിലൂടെ യൂറിയ വരും. മുഴുവൻ പശുവിന് മൂത്രമൊഴിച്ച് തീർക്കാൻ പറ്റില്ല, പാലിലൂടെ യൂറിയ എത്തും. കൃഷി വകുപ്പല്ല ഏറ്റവും കൂടുതൽ യൂറിയ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മൃഗവകുപ്പാണ്. കാലിത്തീറ്റയിൽ കണ്ടമാനം ഇന്ത്യയിൽ കർഷകർ ഉപയോഗിക്കുന്നതിനേക്കാൾ യൂറിയ മൃഗവകുപ്പ് ഉപയോഗിക്കുന്നു. ഏതായാലും ഇതൊക്കെ കെമിക്കൽ കോമ്പിനേഷനാണ്. എല്ലാ രാസവളങ്ങളും രാസബന്ധങ്ങളും ഇതൊക്കെ ചെടികൾക്ക് രോഗം ഉണ്ടാക്കും. ചെടികൾക്ക് രോഗം ഉണ്ടാക്കിയാൽ ആ രോഗം മനുഷ്യനിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണാണ്. കാരണം ഞങ്ങൾ പറയാറുണ്ട്, സ്കൂൾ പഠിപ്പിക്കുന്ന ആദ്യത്തെ നുണ പാറ പൊടിഞ്ഞുണ്ടാവുന്നതാണ് മണ്ണ് എന്നതാണ്. ബുദ്ധിയുള്ള ഒരു കുട്ടി ചോദ്യം ചെയ്യുന്ന ഒരു കുട്ടി ഇല്ലാത്തതുകൊണ്ടാണ് മാഷന്മാർ രക്ഷപ്പെടാറ്. ഞാൻ മാഷായിരുന്നു കൊണ്ടാ പറയുന്നത്. ഒരു കുട്ടി മാഷ കയ്യിൽ ചോക്ക് ഉണ്ടല്ലോ, ചോക്ക് പിടിച്ചാൽ എന്താ കിട്ടുക മാഷേ എന്ന് ചോദിച്ചാലോ, ചോക്ക് പൊടി എന്ന് പറയണ്ടേ. എന്നാ പാറ പൊടിച്ചാൽ എന്താ കിട്ടുമെന്ന് ചോദിച്ചാലോ, അതിങ്ങനെ മണ്ണാവുക. പാറപ്പൊടിയല്ല മണ്ണ്. മണ്ണിന്റെ ശാസ്ത്രം വരെയാണ്. മണ്ണ് ബാലൻസ്ഡ് ആണെങ്കിൽ, സന്തുലിതമാണെങ്കിൽ, ഒരു രാസവസ്തുവും അമിതമായിട്ടില്ലെങ്കിൽ, ഒരിക്കലും നൈട്രജൻ കോമ്പൗണ്ട്സ് അമിതമായി മണ്ണ് നിൽക്കാൻ പ്രകൃതി അനുവദിക്കില്ല. ഡീജനറേറ്റീവ് ബാക്ടീരിയ വന്ന് അപ്പം അന്തരീക്ഷത്തിലേക്ക് അയച്ചു കളയും. ഒരിക്കലും നൈട്രജൻ ശരീരത്തിലധികം നിൽക്കാൻ, ഒരു കോശത്തിൽ പോലും നിൽക്കാൻ ശരീരം അനുവദിക്കില്ല. അപ്പം യൂറിയാക്കി മൂത്രത്തിലൂടെ പുറത്ത് കളയും. അത്രയേ അളവുള്ളൂ. എങ്കിൽ അളവിൽ കൂടുതൽ വന്ന് കാൽമുട്ടില്, കാലിലാണിയില്, കാർട്ടിലേജ് ടിഷ്യൂവിൽ കെട്ടിക്കിടക്കും. കെട്ടിക്കിടന്നാൽ മുട്ടുവേദന വരിക തന്നെ ചെയ്യും. ഇത് സൂത്രപ്പണി കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല, ഓപ്പറേഷൻ കൊണ്ട് മാറ്റാൻ പറ്റുന്നൊന്നുമല്ല. ഒക്കെ തട്ടിപ്പാണ്. ഉപവാസം തന്നെ, പ്രകൃതി കണക്കാട് ഉപവാസം തന്നെ വഴി. പച്ചവെള്ളം മാത്രം കുടിച്ച് ഉപയോഗിച്ചോളാം. പച്ചവെള്ളത്തിൽ യൂറിയ നന്നായിട്ട് അഴിയല്ലോ. അതുകൊണ്ട് അതേന് വഴിയുള്ളൂ. നല്ല പച്ചവെള്ളം കുടിച്ച് കിടന്നോളാം. എത്ര ദിവസം കിടക്കാൻ പറ്റുമോ അത്രയും ദിവസം തനിയെന്ന് മുഴുവൻ പോയിക്കോളും. ഏതായാലും അതേ വഴിയുള്ളൂ. യൂറിയ പല രീതിയിൽ നമ്മുടെ ഉള്ളെത്തുന്നു. പച്ചക്കറിയിലൂടെ എത്തുന്നു, അരിയിലൂടെ എത്തുന്നു, പാലിലൂടെ എത്തുന്നു, മത്സ്യത്തിലൂടെ എത്തുന്നു. ഒരു കാലത്ത് മത്സ്യത്തിന് കടൽ വെള്ളത്തിൽ യൂറിയ കൂടുതലുണ്ട്, അത് വേറെ കാര്യം. അതിനേക്കാൾ കാര്യം ഇപ്പം മത്സ്യം പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് യൂറിയ ചേർന്ന ഐസാണ്. അപ്പോൾ -20 ഡിഗ്രി കിട്ടും. മത്സ്യം വടി പോലെ നിൽക്കും. ആ മത്സ്യത്തിലെ കൊഴുപ്പിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് യൂറിയ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്നാൽ കിഡ്നി ഫെയിലർ വരും, റൊമാറ്റിക് ആർത്രൈറ്റിസ്, കാൽമുട്ടൊന്നും അനങ്ങില്ല. അപ്പോൾ ഒരു നിമിത്തമാണ് പനി, ചിക്കൻ ഗുനിയ, വൈറൽ ഫൈബർ വന്നു. പിന്നെ തുണിക്കസേല മടക്കി വെച്ചതുപോലെ ഒരു മൂലക്ക് ഇരുന്നോളൂ. വേറെ രക്ഷയൊന്നും ഇല്ലേ. അതുകൊണ്ടാണ് ഒരു ദിവസം 4-5 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. കാരണം ചായ കുടിച്ചാൽ ചായക്കകത്ത് പോകാനുള്ള പഞ്ചസാരയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മൂത്രത്തിൽ പോകാൻ വേറെയുണ്ട്. മൂത്രത്തിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ അലിഞ്ഞു കിട്ടുന്ന നല്ല പച്ചവെള്ളം കുടിച്ചോളുക. എന്നാൽ കുറേ സാധനങ്ങളൊക്കെ മൂത്രത്തിലൂടെ പുറത്തു കളയാൻ കഴിയും എന്നാണ്. ബൗദ്ധിക സ്വത്തവകാശം. ഒരാള് ഗവേഷണം നടത്തി ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടി ഡോളർ ഇവർ ചെലവാക്കിയിരിക്കും. അപ്പൊ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് പരസ്യപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ഇതുപോലെ കാര്യം വിവരം കിട്ടിയാൽ വേറൊരുത്തൻ അതേ മരുന്നുണ്ടാക്കും. ഇതിന് ഗവേഷണത്തിന് പൈസ ഉണ്ടാക്കേണ്ടത് തന്നെ. അതിന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന പേരിൽ അമേരിക്കയിൽ ഒരു അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ച് അവരിതിൻ്റെ പേരിൽ കുത്തക അവകാശം എടുക്കും. ഈ മരുന്ന് 10 കൊല്ലത്തേക്ക് ആരും ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ വസ്തു, ഈ കാറ്, ഈ കെമിക്കൽ എന്തായാലും അല്ല, അവർ കണ്ടുപിടിച്ച കാര്യം മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട്. ഇത് കുത്തകാവകാശം. ഇവർ ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്തു? ലോകത്തിൽ എവിടെയുള്ള ഏതിനും കുത്തകാവകാശം എടുത്തു. ഇന്ത്യയിലെ മഞ്ഞളിന് വന്ന് പാറ്റന്റ് റൈറ്റ് എടുത്തു. പാറ്റന്റ് റൈറ്റ് എടുത്തപ്പോൾ വന്ദന ശിവ പറഞ്ഞു, മുറിവുണക്കാൻ കാവിലെ വെളിച്ചപ്പാട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി മുതൽ എല്ലാത്തിലും ഇത്തരം മഞ്ഞൾ ഉപയോഗിക്കുന്നതാണ്. പണ്ടേ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിന് മേലെ ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല ഇത്.
ഇതിൻ്റെ കുത്തക അവകാശം എടുക്കാൻ ആർക്കും അധികാരമെന്ന് അമേരിക്കൻ കോടതിയിൽ ഡോക്ടർ വന്ദന ശിവോണ്ട് കേസ് കൊടുത്തു. കേസിൽ അമേരിക്കക്കാർ തോറ്റുപോയി, പാറ്റേണേറ്റുകാർ തോറ്റു. അതുകൊണ്ട് മഞ്ഞൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിനെതിരെയാണ് പട്ടുവം എന്ന പഞ്ചായത്തിൽ ഞങ്ങൾ പീപ്പിൾസ് റൈറ്റ്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി എന്ന ഡിക്ലറേഷൻ നടത്തിയത്. രാജീവ് ഗാന്ധി അറിഞ്ഞോ അറിയാതെയോ പഞ്ചായത്ത് രാജ് ബില്ലിൽ ഒരു വകുപ്പ് വെച്ചിട്ടുണ്ട്. ആ വകുപ്പ് ഇതാണ്: ജൈവ വൈവിധ്യത്തിന് മേലുള്ള പരമമായ അവകാശം ഗ്രാമസഭക്കാണ്. അപ്പൊ ഗ്രാമസഭ മീറ്റിംഗ് കൂടുക, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇന്ന ഇനം തെങ്ങുണ്ട്, ഇത് ഞങ്ങളുടെ പഞ്ചായത്തിലാണ്, ഇതിന്റെ അവകാശം മറ്റാർക്കും ഇല്ല എന്നങ്ങ് പ്രഖ്യാപിക്കുക. ഇതിന് മേലെ കുത്തക അവകാശം എടുക്കാൻ ആർക്കും പാടില്ല എന്ന് ഗ്രാമസഭ കൂടി പ്രഖ്യാപിച്ചാൽ, പഞ്ചായത്തല്ല പ്രഖ്യാപിക്കേണ്ടത്, പഞ്ചായത്തിന് അധികാരമില്ല, ഗ്രാമസഭയാണ് പാസ്സാക്കുന്നത്. ഗ്രാമസഭ പാസ്സാക്കുമ്പോൾ അതിന് വകുപ്പുകളൊക്കെ ഉണ്ട്. പുറമേ നിന്നുള്ള പഞ്ചായത്തിന്റെ ആൾക്കാർ വരണം, പുറമേ നിന്നുള്ള ഏതെങ്കിലും ഗ്രാമത്തിലെ ആൾക്കാർ സാക്ഷിയായിരിക്കണം. എല്ലാവരും കൂടി ഒപ്പിട്ട് ഒരു രേഖ ഉണ്ടാക്കിയാൽ ആ രേഖ പ്രകാരം ഈ പഞ്ചായത്തിലെ ഈ വസ്തുക്കൾ ഗവേഷണം നടത്തിയിട്ട് ഏത് കണ്ടുപിടുത്തം നടത്തിയാലും അത് ആ പഞ്ചായത്തിന് ബാധകമല്ല. മഞ്ഞൾ നിങ്ങൾ എത്ര പാറ്റന്റ് ഇട്ടെടുത്താലും പട്ടുവം പഞ്ചായത്തിന് ബാധകമല്ല. ബാക്കി കേരളത്തിലെ ഏത് പഞ്ചായത്തിൽ ഇത് ഉപയോഗിച്ചാലും കേസ് വരും. അവിടുത്തെ ചെടികൾ മുഴുവൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ജീവികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അറിവിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മൃഗചികിത്സകന്മാരുടെ നാട്ടുവൈദ്യന്മാരുടെ ഒക്കെ അറിവിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതങ്ങനെ ഒരു പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് അങ്ങനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആരും ഉപയോഗിക്കാനില്ല. വേണമെങ്കിൽ നാട്ടുകാർക്കാർക്കെങ്കിലും പോയി തുറന്നു നോക്കാം. അതിന് ഒരു കമ്മിറ്റി ഉണ്ട് അവിടെ. ആ കമ്മിറ്റി സമ്മതത്തോടു കൂടി തുറന്നു നോക്കാം. അതല്ലാതെ ലോകത്തിനാർക്കും ഇതിന്റെ മേലെ ഒരവകാശവും ഇല്ല എന്നതാണ് ഈ പ്രഖ്യാപനം. പക്ഷെ മറ്റ് പഞ്ചായത്തുകൾ ഇതുപോലെ ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എനിക്ക് ശാസ്ത്രാജ്യ വിഷയത്തിനോട് എതിർപ്പൊന്ന ആദ്യത്തെ കാര്യങ്ങളൊന്ന്, തൊട്ടടുത്ത കല്യാശ്ശേരി പഞ്ചായത്തിലെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കി ആ രജിസ്റ്ററിന്റെ കോപ്പി എനിക്ക് കിട്ടുക അമേരിക്കയിൽ നിന്നാണ്. റോക്കലർ ഫൗണ്ടേഷനാണ് അതിന്റെ ഫണ്ട് ചെയ്തത്. വിദേശ ഫണ്ട് വാങ്ങി ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഉള്ള ആപത്ത് അതാണ്, അവർക്ക് കൊടുക്കണം അതിന്റെ കോപ്പി. റോക്കലർ ഫൗണ്ടേഷൻ 4 പെൺകുട്ടികളാക്കിയിരുന്നു KFRAയിൽ ആദിവാസികൾ ചികിത്സക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റി കണ്ടുപിടിക്കാൻ. തലവേദന ഉപയോഗിക്കുന്നു, വയറുവേദനയൊക്കെ ഉപയോഗിക്കുന്നു, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ 4 പെൺകുട്ടികളെ പണി. 2000 രൂപ എല്ലാ മാസവും സ്കോളർഷിപ്പ്. ഇത് കഴിഞ്ഞാൽ PhD അവരാ കൊടുക്കുക, PhD. റോക്കലർ ഫൗണ്ടേഷൻ ആ പെൺകുട്ടികളെ വീട്ടിലേക്ക് അയച്ചു ഡോക്ടർ ശങ്കർ ഒരു കത്തും, ഇതാ ഇവരിങ്ങനെ റോക്കലർ ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് വാങ്ങുന്ന കുട്ടികളാണ്, ഇവർ ഗവേഷണത്തിന് വന്നതാണ്. അപ്പോൾ ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്ന ചികിത്സ, നാട്ടുകാർ ഉപയോഗിക്കുന്ന നാട്ടുമരുന്നിനെ പറ്റിയൊക്കെ ഇവർക്ക് അറിയണം. അപ്പോൾ അതൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. മാഷ് കഴിയുന്ന സഹായം ചെയ്യുമല്ലോ എന്നാണ് കത്ത്. കത്ത് വായിച്ചാൽ എനിക്ക് മനസ്സിലാവും ഒരു സഹായം ചെയ്യാൻ പാടില്ല എന്നായി കത്തിൻ്റെ അർത്ഥം. അവിടെ വന്നു, ഞാൻ തിരക്കിലായിരുന്നു, എവിടെയൊക്കെ ക്ലാസ്സിന് പോയി മടങ്ങി വരുമ്പോൾ വീട്ടിൽ 4 പെൺകുട്ടികളുണ്ട്. അവർ ഒരാഴ്ച താമസിച്ചു. അവരെ ഇതേപോലെ 3-4 ആൾക്ക് പറഞ്ഞു, കണ്ടൽക്കാട് നടന്ന ആൾക്ക് പറഞ്ഞു. അവിടെ കണ്ടൽക്കാടിനെ പറ്റി, ചെടിയെപ്പറ്റി അറിവ് കിട്ടുന്നല്ലാണ്ട് ചികിത്സയെപ്പറ്റി അയാൾക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇതുപോലെ 3-4 സ്ഥലത്ത് ഞാൻ പറഞ്ഞു. അവരൊക്കെ അതൊക്കെ കുറിച്ചെടുത്ത് നേരെ പോയിട്ടുണ്ട്. ഇതുപോലെ ഡ്യൂ പോണ്ട് എന്ന ഭീകരനായ കുത്തക മംഗലാപുരത്ത് ഒരു കെമിക്കൽ വ്യവസായം തുടങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ പഞ്ചായത്തിലെ 14-15 ഗ്രാമസഭയുണ്ട്. എല്ലാ ഗ്രാമസഭയും പാസാക്കി ഈ ഗ്രാമസഭയിലെ അതിർത്തിയിൽ ഇത് പാടില്ല. അവർ സുപ്രീം കോടതി വരെ പോയി നോക്കി, രക്ഷയില്ല. ഗ്രാമസഭ പാസാക്കിയ നിയമത്തെ മറികടക്കാൻ പാർലമെന്റിന് പോലും അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി കേസ് തള്ളി. ഡ്യൂ പോണ്ട് പൊളിഞ്ഞുപോയി. നേരെ മറിച്ച് പഞ്ചായത്ത് പാസാക്കിയപ്പോഴാണ് കഞ്ചിക്കോടും പ്ലാച്ചിമടയിലും പഞ്ചായത്ത് തോറ്റുപോയത്. പാസ്സാക്കേണ്ടത് പഞ്ചായത്തല്ല, പഞ്ചായത്ത് രാജ് ബില്ല് പ്രകാരം പാസ്സാക്കേണ്ടത് ഗ്രാമസഭയാണ്. ഈ ടെൻഷനൊക്കെ ഒന്ന് റിലീസ് ചെയ്യട്ടെ. കൊണ്ടൊരു കവിത പാടണം, കുറച്ച് വരി പാടാൻ വേണ്ടിയിട്ടാണ്. ഒരു 5-6 വരി മാത്രം പാടാം. കൂട്ടരെ നോക്കുവിൻ അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു, എന്തു മെഴുമെഴുപ്പെന്തു മുഴുമുഴുപ്പെന്തൊരു കൊച്ചു രസക്കൊടുക്ക, മുട്ടകളല്ലിവ ആനന്ദ പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്ന് തോന്നും, അമ്മ കിളിയുടെ കണ്ണും കരളുമാമീ മുട്ട മുട്ടിയുടച്ചിടല്ലേ.
വളരെ ദീർഘമായ ക്ലാസ്സാണ്. നിങ്ങൾ എത്ര പേര് എത്രമാത്രം ഉൾക്കൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദയവായി നന്ദിയിൽ ഒതുക്കാതിരിക്കുക. നന്ദി പ്രവർത്തനത്തിലാണ് വേണ്ടത്. പ്രകൃതിയോടാണ് നമുക്ക് നന്ദി കാണിക്കുക. അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞയാണ് നമ്മുടെ നന്ദി. അതാണ് കാണേണ്ടത്. അതിലൊതുക്കാതിരിക്കുക. ഏതായാലും ഞാൻ ഇത്രയും കൊണ്ട് നിർത്താം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസ്സിലാണിന്നിവിടെ എല്ലാ മലകളും, തണലു കിട്ടാൻ തപസ്സിലാണിവിടെ എല്ലാ മലകളും, ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും, ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും, കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ, കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ, എവിടെ എന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം, എവിടെയെന്നും പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമ്മരം കിളികൾ പാടിയ പാട്ടുകൾ, ഇലകൾ മൂടിയ മർമ്മരം കിളികൾ പാടിയ പാട്ടുകൾ, ഒക്കെ ഇങ്ങു നിലച്ചു കേൾപ്പത് ഭൂമി തന്നെ നിലവിളി, ഒക്കെ ഇന്നു നിലച്ചു കേൾപ്പത് ഭൂമി തന്നുടെ നിലവിളി, നിറഞ്ഞമായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം, നിരന്തരമായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം, നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞ് മൂടിയ പാഴ്നിലം, നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം, സ്വാർത്ഥ ചിന്തകൾ ഉള്ളിലെത്തി സുഖങ്ങളെല്ലാം കവരുവോർ, സ്വാർത്ഥ ചിന്തകൾ ഉള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോർ, ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ, ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നുടെ നന്മകൾ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, പെരിയ ഡാമുകൾ രമ്യകർമ്മ്യം അണുനിലയം യുദ്ധവും, പെരിയ ഡാമുകൾ രമ്യകർമ്മ്യം അണുനിലയം യുദ്ധവും, ഇനി നമുക്കീ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം, ഇനി നമുക്കീ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം, വികസനം അത് മർത്യ മനസ്സിനതിരിൽ നിന്ന് തുടങ്ങണം, വികസനം അത് മർത്യ മനസ്സിനതിരിൽ നിന്ന് തുടങ്ങണം, വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടം, വികസനം അത് നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം, നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം, നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും
ജീവിതം. ഒരുമയോടെ നമുക്ക് പാടാം തുയിലുണർത്തുക കൂട്ടരെ. 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 ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം